Hello guys. Yes guys, നമ്മള് ഞാനില്ലേ അതെ അപ്പൊ ഞാനില്ലേ ഗൈസ് ഇത് പല സ്ഥലത്തു നിന്ന് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഒക്കെ പല ദിവസങ്ങളായിട്ട് മേടിച്ച സാധനങ്ങളാണ് ഗൈസ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിക്ക് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഞാനപ്പോ ഇത് പല സ്ഥലത്തു നിന്ന് മേടിച്ചായോണ്ടില്ലേ ഗൈസ്, ഞാൻ അതെ അമ്മൂന്റെ ഫോൺ അത് നമ്മൾ അന്ന് കണ്ടില്ലായിരുന്നു. അപ്പൊ ഇത് പല സ്ഥലത്തുനിന്ന് മേടിച്ചുകൊണ്ട് തന്നെ ഗൈസ് ഞാനിങ്ങനെ മേടിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വീഡിയോ ഇടുമായിരുന്നേ. അപ്പൊ ഇങ്ങനെ പല വീഡിയോ ആയതുകൊണ്ട് കുറേ പേര് കമന്റ് ചെയ്തു ആൻറ്റി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോള് ചെയ്യാവോ എന്ന്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഷോപ്പിംഗ് ഹോള് ചെയ്യാവുന്ന. അപ്പൊ ഇതേ നമ്മൾ മേടിച്ച സാധനങ്ങള് എല്ലാം നേരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അമ്മൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലഞ്ച് ബോക്സ് ആയിട്ടല്ല, ശരിക്കും ഞാൻ ടിഫിൻ ബോക്സ് ആയിട്ടാണ്, സോറി സ്നാക്സ് ബോക്സ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ലഞ്ച് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് തുറക്കുമ്പോ തന്നെ ഇവിടെ സ്നാക്സ് ഇടാൻ പറ്റും. സ്നാക്സ് ബ്രേക്കിന് കഴിക്കാൻ. പക്ഷെ ഇതിന്റെ അടിയിൽ ലഞ്ചും സാൻഡ്വിച്ചും ഒക്കെ ഇടാൻ പറ്റും. ഗൈസ് ഞാൻ ശരിക്കും വിചാരിച്ചത് ആ ഒരു കമ്പാർട്ട്മെന്റ് ഇല്ലേ അത് താഴെ വരെ അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചാ ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഇത് ശരിക്കും ചൂടൊന്നും വെക്കാനല്ല ഗൈസ്, ഞാൻ ഫ്രൂട്ട്സോ സ്നാക്സോ ഒക്കെ വെക്കാനായിട്ട് സ്നാക്ക് ബോക്സ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ലഞ്ച് അല്ല ചൂട് പറ്റത്തില്ല, പ്ലാസ്റ്റിക് ചൂട് പറ്റത്തില്ല. ഞാനപ്പോ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സ് യൂസ് ചെയ്തിട്ട് ഇത് സ്നാക്ക് ബോക്സ് ആയിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. ഇതില്ല ഗൈസ്, ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇത് ഒരു കോംബോ ഓഫറിൽ നമുക്ക് കിട്ടിയതാണ്. നിങ്ങൾ വിശ്വസിക്കുമോന്ന് അറിയത്തില്ല, അമേസിങ് ഡീലായിരുന്നു ഗൈസ്. ഇതിന് 187 റുപ്പീസേ ആയിട്ടുള്ളൂ 2 ബോക്സിനും കൂടി. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ എന്തായാലും ആ ഒരു 2 സ്നാക്ക് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇത് ബുക്സ് ഒക്കെയാണ് കേട്ടോ. ഇത് അമ്മുക്കുട്ടിയുടെ ബുക്സ് ആണ്. മാത്സിൻ്റെത് ഇങ്ങനത്തെ ബുക്കാണ്. പിന്നെ ഇത് 1 സൈഡ് റൂൾഡ് ആണ്. പിന്നെ സിംഗിൾ ലൈൻ ബുക്ക് ഉണ്ട്. പിന്നെ ഡബിൾ ലൈൻ ബുക്ക്, ഇത് ഹിന്ദിക്കും മലയാളത്തിനും. പിന്നെ അമ്മുക്കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ അമ്മുക്കുട്ടിക്ക്. പക്ഷെ അതെല്ലാം കൂടെ തുറന്ന് കാണിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം ഗൈസ്. പിന്നെ ഇത് റാപ്പിംഗ് ഇത് റാപ്പിംഗ് ഈ ട്രാൻസ്പെറന്റ് വാങ്ങിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പൊതിയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കാണാൻ പറ്റും. ബുക്ക് നമ്മൾ പൊതിയാറില്ല കേട്ടോ. ബുക്ക് നമ്മൾ നെയിംസിൽ പൊട്ടിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് പാർക്കുട്ടിയുടെ ബുക്സ് ആണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് ഈ വർഷം തൊട്ടാണ് ലൈബ്രറി റെക്കോർഡ്, അതിനൊരു ബുക്കൊക്കെ ഉണ്ട്. പിന്നെ സിംഗിൾ ലൈന്, ഡബിൾ ലൈന് അല്ല സോറി സിംഗിൾ ലൈന്, 1 സൈഡ് റൂൾഡ്, മാത്സിന്റെ ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ ഗ്രാഫിന്റെ ഒരു ബുക്കും കൂടി ഉണ്ട്. പിന്നെ പാർക്കുട്ടിക്ക് കുറെ ടെക്സ്റ്റ് ഉണ്ട്, കണ്ടില്ലേ, ഞാൻ അതും എടുത്തു തരാം കേട്ടോ. പിന്നെ ബുക്ക് റാപ്പ് ചെയ്യുമ്പോൾ ഒട്ടിക്കാനായിട്ട് സെല്ലോ ടിപ്പ് മേടിച്ചു. അത് പാർക്കുട്ടി ഇതിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങള് ഒരു അത് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ള കർച്ചീഫ്. ഇത് നമ്മള് മുഖമൊക്കെ തുടയ്ക്കുന്ന കർച്ചീഫ്. പിന്നെ ഇത് അമ്മുക്കുട്ടിയുടെ ബാഗ്. കണ്ടോ, ഇവിടെ റാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റാക്ക് ഉണ്ട്. സൈഡിൽ ബോട്ടിൽ വെക്കാൻ പറ്റും. പിന്നെ അകത്ത് 2 റാക്ക്. പിന്നെ നോക്ക്, അകത്തോടെ എനിക്ക് റാക്ക് ഉണ്ട്. കണ്ടോ അകത്തോട്ട്. ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് അമ്മുക്കുട്ടിയുടെ പെൻസിലിന്റെ കൂടെ കിട്ടിയത്. അതുകൊണ്ട് ഈ ഡോംസിന്റെ ഈ ഒരു പെൻസിലാണ് കേട്ടോ അമ്മുക്കുട്ടിക്ക് വാങ്ങിയത്. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മുക്കുട്ടി നേരത്തെ എടുത്തു വെച്ചത്. ഇതൊന്ന് തുറന്നു കാണിച്ചേ അമ്മുക്കുട്ടി. ഗ്ലിറ്റർ ഉണ്ട് ഗൈസ്. അപ്പൊ പുറകില് ഗ്ലിറ്റർ ഉണ്ട്. അതുകൊണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. 2 കൊടുക്കുന്നത്. എനിക്ക് ബ്ലൂയും ഒരു പർപ്പിളും. ഇത് കണ്ടില്ലേ, ഇതാണ് പെൻസില് ഗൈസ്. അപ്പൊ എനിക്ക് ഒരു ബ്ലൂയും ഒരു പർപ്പിളും മതി. എന്താ വെച്ചാൽ മാത്സിനൊക്കെ ആവശ്യം. യെസ്, പാറക്കുട്ടിയുടെ സ്പെഷ്യൽ പേന കാണിച്ചേ പാറു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ മേടിച്ചാണ്. ഇത് വേറെ അത് ബോൾ പെന്നാണ്. ഇത് ബോൾ പെന്നും ഇത് ജെൽ പെന്നും, എല്ലാം ജെൽ പെൻ. അപ്പൊ ഞാൻ 2ന്റെ ഓരോന്ന് വിധം കാണിച്ചു.
നല്ല സ്മൂത്തായിട്ടുള്ള ലെക്സിയുടെ പേനയാണ് ഒരെണ്ണം. പിന്നെ ലിങ്കിന്റെ ഓഷ്യൻ. വൃത്തികേടായിട്ട് തന്നെ എഴുതാവൂ കേട്ടോ. ഇതൊരു മാജിക്. അപ്പൊ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു പെന്നാണ് കേട്ടോ. മാജിക് പെൻ എന്ന് പറയുമ്പോൾ ഇറേസബിൾ പെൻ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഇന്നാണ് കേട്ടോ അതിന്റെ ഡെലിവറി വന്നത്. പാറുക്കുട്ടി എടുത്തിട്ട് ഇപ്പൊ കാണിച്ചു തരും ഗൈസ്. സബ്സ്ക്രൈബ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മള് 2.5 ലക്ഷം ആകാൻ പോകുന്നു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ട സബ്സ്ക്രൈബ്. ഇനി ഒന്ന് ഇറേസ് ചെയ്ത് കാണിച്ചേ. I told you it's a eraser. നോക്ക് ഗൈസ്, എനിക്ക് പെൻസിലൊക്കെ തുടയ്ക്കുന്ന പോലെ നല്ല സുഖമായിട്ട് തുടയുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ. പക്ഷെ നമ്മൾ ഈ ഒരു പെന്ന് വെച്ച് മാത്രം എഴുതിയിട്ട് റബ്ബ് ചെയ്താലേ അത് പോകത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ പെന്ന് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. പാറുക്കുട്ടി പിന്നെ വേറൊരു സാധനം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ആ ഒരു പേപ്പർ എഴുതിയിട്ട് റബ്ബ് ചെയ്ത പേപ്പർ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആ സബ്സ്ക്രൈബ് നമുക്ക് കാണാനും പറ്റും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ ഗൈസ്, അതിനകത്ത് ഇനി എപ്പോൾ തണുപ്പറയും അങ്ങനെയാണോ? പേപ്പറാണ് പെട്ടെന്നാണ്. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ പേന. ഇത് 200 ബിലോയേ ആയിട്ടുള്ളൂ. ഇത് 12 എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് ബുക്ക്. ഇത് നമ്മൾ പണ്ട് മേടിച്ചതാ. പിന്നെ ഞാൻ അമ്മുക്കുട്ടിക്ക് സ്കെച്ച് പെൻ വാങ്ങി സ്കൂളിൽ എന്തെങ്കിലും കളറൊക്കെ ചെയ്തു. ഇനി ഇത് എന്താ അടുത്ത് കാണിക്കാനുള്ളത്? ഇനി ഇത് പാറുക്കുട്ടിയുടെ പെൻസിൽ ബോക്സ്. ഒന്ന് തുറന്ന് കാണിച്ചേ പാറു. അത് തുറക്കുമ്പോൾ അകത്ത് ഒരു സ്റ്റെപ്പ് പോലെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഗ്ലൂ മേടിച്ചു കേട്ടോ. ഗ്ലൂ 2 സൈഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗ്ലൂ. അത് പാറുക്കുട്ടിക്കും ഉണ്ട്, അമ്മുക്കുട്ടിക്കും ഉണ്ട്. അമ്മുക്കുട്ടിയുടെ ഇത് അമ്മുക്കുട്ടിയുടെ ബോക്സ്. അത് കണ്ടതായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ മേളിലും താഴെയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കിലും ഉണ്ട്. അമ്മുക്കുട്ടിയുടെ ഗ്ലൂ എന്തിയേ? ബാഗിൽ വെച്ചോ. പിന്നെ കൊട കണ്ടില്ലേ, കൊട ഞാൻ വീഡിയോ എടുത്തായിരുന്നു. ഇത് അമ്മുക്കുട്ടിക്ക് മാത്രമേ ലഞ്ച് ബാഗ് വാങ്ങിയുള്ളൂ, പാറുക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അമ്മുക്കുട്ടിക്ക് റഫ് ബുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ്. ഇതേ കണ്ടില്ലേ, അമ്മുക്കുട്ടിക്ക് ഇത്തവണ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം യൂണിക്കോൺ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇത് പാറുക്കുട്ടിക്ക് മേടിച്ച ബുക്കാണ്. 1 സൈഡ് റൂൾഡ് ആയിട്ടുള്ള ബുക്ക്. നല്ല രസമല്ലേ ഈ ബുക്ക് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബുക്ക്. പിന്നെ ബോട്ടിൽ. ഇതാണ് ആദ്യം മേടിച്ച ബോട്ടിൽ. ഇതിനകത്ത് ഈ 3 ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാറുക്കുട്ടി എടുത്തു, ഇത് അമ്മുക്കുട്ടി എടുത്തു, ഇത് ഞാൻ എടുത്തു. പക്ഷേ ഇത് ഇത്രയും വലുത് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ബോട്ടിലൂടെ വാങ്ങിയിട്ടുണ്ട്. ബോട്ടിൽ എന്തായാലും എപ്പോഴും ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ 2 ബോട്ടിലൂടെ വാങ്ങി കേട്ടോ. നമ്മൾ ചൂടുവെള്ളം കൊണ്ടുപോകാറില്ല കേട്ടോ, ഫിൽറ്റർ വാട്ടറാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ ഇത്തവണ വാങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് പാറുക്കുട്ടിയുടെ ക്രയോൺ. അപ്പൊ അമ്മുക്കുട്ടിയുടെ ക്രയോൺ എന്ത് ചെയ്യേ മേടിച്ച? ഇല്ല, അമ്മ ഉപയോഗിക്കത്തില്ല. അമ്മന് ഉപയോഗിക്കാൻ വേറെ ഉണ്ടല്ലോ. നമുക്ക് ഡോക്ടറെ കാണിക്കാം. പിന്നെ കൺമഷി മേടിച്ചിട്ടുണ്ട്. പൊട്ട് ഇത്തവണ ഞാൻ കുറേ മേടിച്ചു കേട്ടോ. എപ്പോഴും പൊട്ട് കാണത്തില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കുറേ പൊട്ട് വാങ്ങി. പിന്നെ ഇതെന്താണെന്നറിയോ ഗൈസ്, ജട്ടി. പിന്നെ ഗൈസ് സ്കെയിൽ വാങ്ങി. സ്കെയിൽ 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒക്കെ മിസ്സായി പോകും കേട്ടോ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ സ്കെയിൽ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ 3-4 എണ്ണം മേടിച്ച് വെച്ചാണ്. പിന്നെ നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. യൂണിക്കോണിൻ്റെ ഈ ഒരു നെയിം സ്ലിപ്പ് 2 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് അമ്മുക്കുട്ടിക്കും. ഈ മിക്കി മൗസ് 2 എണ്ണം പാറുക്കുട്ടിക്കും. പിന്നെ പാറുക്കുട്ടിയുടെ ബാഗ് ഉണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ യൂണിഫോം വാങ്ങിയിട്ടുണ്ട്, പിന്നഫോർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ബെൽറ്റ് വാങ്ങി, സോക്സ് വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ല, ഒരു കാര്യം മറന്നുപോയി. ഒരു ഫയൽ വാങ്ങിയത് കണ്ടോ ഗൈസ്, കണ്ടോ, ഫയലും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് പേപ്പർ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് എക്സാമൊക്കെ എഴുതാനായിട്ടും അസൈൻമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള പേപ്പറും, പിന്നെ ഇത് നമ്മുടെ A4 സൈസ് പേപ്പറും. പിന്നെ ഇത് എടുത്തപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയത്, കളർ പേപ്പർ മേടിക്കാൻ മറന്നുപോയി അമ്മുക്കുട്ടി. നമ്മൾ കളർ പേപ്പർ വാങ്ങാൻ മറന്നുപോയി. അതിനകത്ത് അമ്മുക്കുട്ടി എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എല്ലാം എടുത്തു വെക്കണം അല്ലേ.
യെസ്, അപ്പോൾ ദേ നമ്മൾ ഈ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാക്ക് ടു സ്കൂൾ അംബ്രല്ല ഒക്കെ കണ്ടതാ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ. അപ്പോൾ എല്ലാവരും മേടിച്ചോ സാധനങ്ങളൊക്കെ? മേടിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂളിൽ ക്രാഫ്റ്റ് ചെയ്യാനുള്ള കളർ പേപ്പേഴ്സ് വാങ്ങാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അതും ഷാർപ്നറും വാങ്ങി കേട്ടോ. ഇപ്പോൾ പാർക്കുട്ടി കാണിച്ചത് പാർക്കുട്ടിയുടെ വെക്കേഷൻ അസൈൻമെന്റ് ചെയ്യാനുള്ള ഡൈനോസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.